ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യം. അവൻ തർക്കിക്കുകയോ ബഹളം വയ്ക്കുകയോ ഇല്ല. തെരുവീഥികളിൽ ആരും അവന്റെ ശബ്ദം കേൾക്കുകയില്ല. ഈശോയെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്കുകളായത്. ബഹളമില്ലാതെ ശാന്തമായിട്ട് കടന്നുപോയ ഒരു വ്യക്തി. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്ന ഇത് തന്നെയല്ലേ, ബഹളം വേണം. ശാന്തത നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. എവിടെയും ബഹളങ്ങളുടെ ഇടയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ടാണ് 5 മിനിറ്റ് ശാന്തമായിട്ടൊന്നിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് പറ്റില്ല. പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഓടി നടക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഈശോ മർത്ത പറയുന്നുണ്ടല്ലേ, നീ പല കാര്യങ്ങളെ കുറിച്ച് ആകുലചിത്തയാണ്. നിനക്ക് വേണ്ടത് എന്താ? ശാന്തമായിട്ടിരിക്കാൻ പറ്റണം. ദൈവസന്നിധിയിൽ മറിയത്തെ പോലെ ശാന്തമായിട്ടിരുന്ന് അവനെ കേൾക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യേണ്ട ഇതാ, ബഹളങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോന്നാ. നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വലിയ പരിപാടികളല്ലേ, മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ബഹളം വെച്ച് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാ. ആരും കാണാതെ ബഹളമൊന്നുമില്ലാതെ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാല് നമുക്കത് ഇഷ്ടമല്ല. കാരണം എന്താ? ആരും കാണുന്നില്ലല്ലോ, എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഈ ശാന്തത നഷ്ടപ്പെട്ടപ്പോൾ ജീവിതം മുഴുവൻ തെറ്റിന് അടിമപ്പെട്ടു പോവുക. ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നമുക്കിന്ന് സാധിക്കുന്നില്ല. 5 മിനിറ്റ് പോലും സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. അവിടെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് വെറുതെ, അവൻ തർക്കിക്കുന്നില്ല, അവൻ ബഹളം വെക്കുന്നില്ല, അവൻ ശാന്തമായിട്ട് ജീവിച്ച് കടന്നുപോയ വ്യക്തിയാണ്. പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട് അല്ലെ. എപ്പോഴും പിതാവുമായിട്ട് ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് ബഹളം വെക്കാതെ ശാന്തമായിട്ട് ആ പിതാവിനെ മറ്റുള്ളവർക്ക് പ്രഘോഷിച്ച് കടന്നുപോയ വ്യക്തി. തന്റെ ജീവിത മാതൃകയിലൂടെ പിതാവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത വ്യക്തി. അതായിരുന്നു ഈശോ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മളും മാതൃകയാക്കേണ്ടത് ഇതേ ഈശോയെ. അതുകൊണ്ട് നമുക്കും ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒന്ന് അകലാം. കാരണം ഏകാന്തതയില് ശാന്തതയിലാണ് എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നത്. ശാന്തമായിട്ടിരിക്കുമ്പോൾ അവന്റെ വചനം എൻ്റെ ജീവിതത്തിൽ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മാത്രമേ ആ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്കും ഈ ബഹളങ്ങളിൽ നിന്നകന്ന് ശാന്തമായിട്ടായിരിക്കാം. ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് അവനെ കേൾക്കുവാനായിട്ട്, അവന്റെ വചനം മനസ്സിലാക്കി അത് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.